പോരും തപസ്സിനി നിന്നുടെ യൗവനം നാരീമണേ വെറുതെ കളയായികെടോ. വാക്യമേവം കേട്ടു ചൊല്ലിനാൾ താപസി, യോഗ്യമല്ലാതതെന്നോടു ചൊല്ലായിക നീ. വാക്യമേവം കേട്ടു ചൊല്ലിനാൾ താപസി, യോഗ്യമല്ലാത്തതെന്നോടു ചൊല്ലായിക നീ. എന്നവൾ ചൊന്നതു കേട്ടു ദശാനനൻ ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചിതു വന്ന കോപത്താൽ പറഞ്ഞിതു താപസി, എന്നെ നീ തൊട്ടതു കാരണമിന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ലതു ചെയ്കിലോ. വന്നു പോമല്ലോ തപസ്സിന്നു നാശവും, ഇദ്ദേഹമിപ്പോളുപേക്ഷിച്ചിനിയൊരു സദ്വൃത്തയായൊരു ഭൂപതിപുത്രിയായി വന്നു ജനിപ്പനയോനിജയായുടൻ വന്നിടുമന്നു നിനക്കു മരണവും. എന്നെക്കൊണ്ടേതുമനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും തവ. കന്യക താനുമീ വണ്ണം ശപിച്ചുടൻ തന്നെ യോഗമഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചിതെന്നു ധരിച്ചാലുമിന്നു സീതാദേവിയായതവളല്ലോ. നാരായണനായതു ഭവാൻ നിർണയം, കാരണം രാവണനാശത്തിനെന്നതും. പിന്നെ വിമാനവുമേറി ദശാനനൻ ചെന്നു മരുത്തനാം മന്നവൻ തന്നെ യാഗശാലാജിരെ. ദേവകളന്നേരം വേഗാൽ മറഞ്ഞിതു വേക്ഷപ്രച്ഛന്നരായി. ഇന്ദ്രൻ മയൂരമായന്തകൻ കാകനായ അന്നമായി തന്നെ മറഞ്ഞു വരുണനും. കിന്നരേശൻ കൃകലാസമായും തഥാ ഒന്നുമിളകാതിരുന്നു മരുത്തനും. ഓം ശ്രീ ഗുരുഭ്യോ ഹരി ഓം.